പോരാ ഉള്ളി നെട്ട് പക്ഷെ എന്താണേലും ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും എത്തിക്കും തന്നെ അവിടെ എത്തിച്ചിരിക്കും. വായോ പോലെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാലോ. നിങ്ങള് ഓരോ സമയത്തും ഓരോ സ്ഥലത്തും വായോ എന്താണ് കാര്യായിട്ടാണോ? അപ്പോൾ എന്നാൽ നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് വിട്ട് അടുത്ത യാത്ര ഈ ഒരു വഴിയിലൂടെയാണ്. ഈ കാണുന്ന വാലി എല്ലാം കടന്ന് ആ കാണുന്ന കുഞ്ഞു വഴികളുണ്ടോ, ഇത് വഴി അങ്ങനെ കാണുന്ന വഴി, അങ്ങനത്തെ വഴി കൂടെയാണ്. നല്ല രസമാണ് യാത്ര. 8 കിലോമീറ്റർ നടക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും യാത്ര തുടരാം. ഇനി വലിയ ക്ലൈമ്പിംഗ് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ഇതുപോലെ. നിങ്ങളിവിടെ പോയിട്ടില്ലേ? എന്തിനു വെയിറ്റ് ചെയ്യണ്? ഇന്നാലും വെയിറ്റ് ചെയ്യണം വേണ്ട. ഇവിടെ വഴി വെച്ച് അടച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പോകണ്ടാന്ന് ഉദ്ദേശിച്ചിട്ടാണ്. എന്തേലും അവിടെ ഒരു ചെറിയൊരു ചാട്ടം, ഒരു പാറ എടുത്ത് ചാട്ടം പോലെ ഉണ്ട്. അത് അവിടെ വരെ പോയി തിരിച്ചുകൊണ്ട് വരണം. പോ ഇനി ഇങ്ങനത്തെ കുറച്ച് ഇറക്കും കയറ്റമുണ്ട്. അത് കുറച്ച് ഹാർഡാട്ടാ. നിരങ്ങണ ഫീലാ. ഇത് ഇവിടുന്ന് കയറിയിട്ടേ അങ്ങനെ താഴോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് നേരം മേൽക്ക് അതിലോട്ട്. ഇനിയാണ് നിരക്കം. ചേച്ചിയുടെ ബാഗിന് പഠിക്കാന്ന് ചേച്ചപ്പത്തെ പോതിരുന്നേ. പതുക്കെ ഇറങ്ങിയാൽ മതി ചേച്ചി. ഓരോ സ്ഥലത്തെ പിടുത്തം കിട്ടിയാൽ മാത്രം ഇറങ്ങിയാൽ മതി. ആ ബാഗിന് തന്നേക്ക്. അങ്ങനെ ഇറങ്ങല്ലേ. കൈവിടെ പിടിക്ക്. കൈവിടെ പിടിക്ക്. ചേച്ചി ആ സൈഡിൽ പുല്ലമ്മ പിടിച്ചിറങ്ങിയാൽ മതി. ഇങ്ങോട്ട് വരില്ലേ? ആ സൈഡിൽ കൂടെ പോ. എന്നിട്ട് പുല്ലിൽ പിടിച്ചോ. പുല്ല് പിടിച്ചോണ്ട് വാ. അങ്ങനെയാണ്. ഈ സൈഡിലൂടെ വന്നാൽ മതിയേ, സെൻറ്ററിലേക്ക് പോരുത്. റെക്കോർഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. കാരണം അത്രയും നടക്കാനും ഉണ്ട്. അതുപോലെ തന്നെ 2 ദിവസത്തേക്ക് കഴിഞ്ഞ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. എന്തായാലും കുറച്ച് ദൂരം ഞാൻ വാലിയുടെ ഭംഗിയൊന്നും കാണിച്ചു തരാം. പിന്നെ അവിടെ ചെന്നിട്ട് ട്രക്ക് ചെയ്യുന്ന സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് ബാക്കി ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇതാണ് വാലിയുടെ ഒരു രൂപം. ഇനി കുറച്ച് കാടും കുറച്ച് പുല്ലും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വരും പോക്കോട്ടെ. വേറെ കുറേ ടീംസ് ഉണ്ട് കേട്ടോ. ചേച്ചി വന്നോ? ചേച്ചി എത്തി. 2 മല വെട്ടിക്കണ്ടോ? പിന്നെ 2 മല ഒരു ഇടയ്ക്കോടെ ചെറിയൊരു എന്തോ എന്തോ ഒരു സാധനം ചെയ്താൽ വേണ്ടിട്ട് ഇങ്ങോട്ട് വാ. എൻ്റെ വ്യൂ നല്ല രീതിയിൽ കിട്ടും. ഇത് മാൻമെയ്ഡ് ആണോ അതോ അങ്ങനെ പ്രകൃതി അങ്ങനെ ആയതാണോ? പ്രകൃതിയിൽ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ എന്തെങ്കിലുമായിട്ട് വന്നതാവൂല്ലേ? ഓരോ മലക്കും ഓരോ മൗണ്ടൻ്റെ ഓരോ വാലിയുടെ ഓരോ സൈഡിനും ഓരോ കളറായിരിക്കും. അതുപോലെ മേഘങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴേ ഈ മലയുടെ സൈഡിലോടൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബൾബ് പോലെ മിന്നി കെട്ട് അങ്ങനെ ഓരോ കളർ മാറുന്ന ഇങ്ങനെ കാണാം. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു രസം. കുഞ്ഞു ഇതുപോലുള്ള ഫുൾ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോക്ക് ഭയങ്കര രസം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ചേച്ചിനെ കാണാനില്ലല്ലോ ദൈവമേ. ഇനി 8 കിലോമീറ്റർ
അതിലൊരു 200 മീറ്റർ ചിലപ്പോൾ നടന്നുണ്ടോ. ഞാൻ മുന്നേ പോട്ടെ. ഞാൻ ഇന്നോട്ട് സൈഡിൽ നിന്നോട്ടോ. അയ്യോ ഞാൻ പോരട്ടോ. ഞാൻ അവിടെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ടെൻ്റൊക്കെ അടിച്ചിട്ടേ അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം അതൊക്കെ വന്നാൽ മതി. ഓക്കെ നല്ല സ്മൂത്തായി നടക്കും കേട്ടോ. മല കയറി വന്നിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ. ഇനി ഇടക്കിടക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട്. ആ ഇങ്ങനെയുണ്ട് കാട്. നല്ല രസമുണ്ട് അല്ലേ? ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴൊരു ഫീൽ ഉണ്ട്. രണ്ട് സൈഡും നല്ല ഹൈറ്റിലുള്ള ഇതെന്തോ ഒരു തരം ചെറിയ മുളയുടെ ഇതുപോലത്തെ സാധനം. എന്താ സാധനം? അയ്യോ എന്താ പിടിച്ച് വലിച്ചു. ഇതാണ് എൻ്റെ ഭംഗി, എൻ്റെ ബൂട്ടി. കണ്ണോട് കണ്ണായി എന്നോട് മിന്നായി ഇതിനുള്ളിലേക്കൊക്കെ വരുമ്പോൾ ഒരു തണുപ്പുണ്ട്. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇല്ലിമുളം കാടുകളിൽ ഇതിനുള്ളിൽ കൊണ്ട് പോയാലോ. ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ. ഉള്ളിൽ കൂടെ പോയിക്കോ. ഓ ആ ഇതാണ് നമ്മുടെ പോള വഴി. അതേടാ ഇതാണ് നമ്മുടെ വഴി. ഈ വഴി കിടക്കണം. ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാം. പിന്നെ ഇതിപ്പോ പോ ആരാ ഫസ്റ്റ് പോണ്? അല്ലെങ്കിൽ ഇതിലൂടെ ഇന്ന് പോയ ഷോട്ടുണ്ട്. പോകുന്നുണ്ടോ? എന്നാ നേരെ കിടന്നു. പോകോ. എന്താണ് പറ്റിക്കാന്ന് വിചാരിച്ച രണ്ട് നടക്കും. രണ്ടെണ്ണം ഈ വാലിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, മനുഷ്യന്മാർ അല്ലെങ്കിൽ ഒരു ജീവൻ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് പുറം ലോകം ഒരിക്കലും അറിയില്ല. അത്രക്കും ഒരു വല്ലാത്തൊരു ഇതാണ് അതിൻ്റെ ഉള്ളിൽ. കണ്ടോ കയറി വരുമ്പോൾ ചെറിയൊരു തല കാണാനുണ്ടോ? കേട്ടോ അവിടെ നിന്നും നടന്നു വരുന്നതൊന്നും ആരും കാണില്ല. കുറച്ചെത്തുമ്പോൾ ആ ഈ മുള പോലത്തെ ഉണ്ടല്ലോ ഇതധികം കുറ്റി ആയിട്ട് നിൽക്കുന്നിടത്ത് മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ. കുഞ്ഞോ എങ്ങനെയുണ്ട്? ആ അതെ ഇങ്ങനെയുള്ള വാലികളാണ് ഈ മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ട്. ചേച്ചി എന്തിയേ? ആ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഉള്ള ആ ഒരു ടെൻഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. ആ കഴിഞ്ഞ ട്രക്കിങ്ങില്ലേ നമ്മൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഒരു 4:30-5 മണിക്ക് ശേഷം പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. തമ്മി പോലും കാണൂല. ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ വെളിച്ചടിച്ച് എത്ര ടോർച്ച് അടിച്ച് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ടോർച്ച് ലൈറ്റൊക്കെ നമ്മുടെ രണ്ട് ടോർച്ച് ഉണ്ട്. എന്നിരുന്നാലും ഡേഞ്ചർ. അതാണ് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ട് അത്രയും ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നത്. ഒന്നല്ലെങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡായിട്ട് വലിഞ്ഞു കയറി പോകണം, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങാം എന്നുള്ള രീതിയിൽ. എന്ത് രസമല്ലേ ഓരോ സമയത്തും ഓരോ സ്ഥലത്തും. വായോ എന്താണ് കാര്യമായിട്ടാണോ? ആ കട ഷെയ്ഡ് മാറി വരുന്നുണ്ടോ? നേരിൽ വരുമ്പോൾ കുറച്ച് നേരം നോക്കി നിന്നാൽ തന്നെ നമ്മൾ നോക്കി നിൽക്കെ തന്നെ ആ ഒരു വെച്ചാൽ മൗണ്ടൈൻ്റെ ആ ഒരു ഡാർക്കാവും, പിന്നെ ബ്രൈറ്റ് ആവും, പിന്നെയും ഡാർക്കാവും, അങ്ങനെ ഒരു ഇതാ. രണ്ടുപേരും അവിടെ നിന്ന് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇവിടെ നോക്കി കാണാം. ഇവിടെ ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നില്ലേ, അതിങ്ങനെ ഓടിപ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കാൻ. കൂടുതൽ വീഡിയോയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സമയം ലെങ്ത്ത് ഒക്കെ പരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ടൈം എടുത്തുകൊണ്ട് നേരത്തെ വന്നാൽ പതിയെ പോവാം. പിന്നെ ഈ കാറ്റൊക്കെ വീശുമ്പോഴല്ലോ വേറൊരു ഫീലാണ്. വാലിയിലൂടെ വീശുന്ന കാറ്റിൻ്റെ ഒരു സൗണ്ടും ആ ഒരു തണുത്ത അനുഭൂതിയുണ്ടല്ലോ, ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരിട്ട് വന്ന് തന്നെ അനുഭവിക്കണം. പക്ഷേ കേട്ടോ ഞാനൊരു ബുദ്ധി പറഞ്ഞുതരാം.
സൂപ്പർ ഐഡിയ ആണ്. വെറുതെ കിടക്കുമ്പോഴേ അങ്ങനെ ബുദ്ധിമുട്ടല്ലേ, കുറച്ചേരം ബാഗ് കിട്ടണം. ശ്രമിച്ചു നോക്ക്. കുറച്ചേരം ചേച്ചിനെ കൂടി ബാഗ് ഇടിക്കും. ബാഗ് കിടന്നാണല്ലോ നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. എന്നിട്ട് അതിന്റെ സുഖം എങ്ങനെയുണ്ട് നോക്ക്. എന്റെ കർത്താവേ, മാറിക്കോ, മാറി പിള്ളേരെ. ഇത്രയും വെയിറ്റ്, ഇത് ഒരു 10 കിലോ കടന്നു അല്ലേ? ഈ വെയിറ്റുമായിട്ട് പോകുമ്പോ ഉണ്ടല്ലോ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ വിറച്ച് തുള്ളുന്ന പോലെ കാലിങ്ങനെ വേച്ച് വെച്ച് കള്ളുടിമാര് പോകുന്നതാണ് പോകുന്നത്. നിങ്ങളെ സമ്മതിക്കണം, ഒരിക്കലും ഇത്രയും വെയിറ്റ് വിട്ടു നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പഴുത്തു ഇന്നലെ നമ്മൾ ശരിക്ക് ആ ഒരു ട്രക്ക് ചെയ്തില്ലേ, നമ്മൾ സ്ലോ ആയിരുന്നെങ്കിൽ അവസ്ഥ വെച്ച് നോക്കിയേ. ഇരുട്ടി കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞാണ്ടല്ലോ ഈ വഴിക്കൂടെ നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ, ഇരുട്ടത്ത് പോകേണ്ട ഒരു അവസ്ഥ വെച്ച് നോക്കിയേ. ആ നമ്മൾ ആ വഴി കയറിയിട്ടേ ഇതിൻ്റെ ഒരു വേറൊരു പോയിന്റിലൊന്ന് കയറത്തേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടി കഴിഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണൂല. പിന്നെ കുറേ സ്ഥലത്ത് അള്ളിപ്പിടിച്ച് കയറി പോകേണ്ടൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടെൻഷൻ മനസ്സിലായില്ലേ, നമ്മൾ പോവാ നമ്മള് അപ്പൊ അതാണ് ഞാൻ അത്രയും നടുക്ക് വെച്ച് നമ്മൾ യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരെ ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും ടെൻഷൻ കാണിച്ചത്, അത്രയും ഹറിബറി കാണിച്ചത്. കാരണം ഈ സ്ഥലത്ത് കൂടെ ഒന്ന്, കാരണം ഈ കാട്ടിലൂടെ ഇപ്പോഴും ശരിക്കും വേട്ട പോലെയാ. എന്നാലും കഴിഞ്ഞ ദിവസം ഈ കാട്ടിലൂടെ അപ്പൊ അവിടെ നിന്ന് ഒരാൾ വരുന്നത് നമുക്ക് കാണത്തു പോലുമില്ല. അത്രയും വലിയ ഹൈറ്റ് അല്ലേ പുല്ല് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ടോർച്ചൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കെട്ടുപോയാലൊക്കെ ആകെപ്പെടും. അതാണ് ഞാൻ അത്രയും ടെൻഷൻ തന്നെ കാണിച്ചത്. നിൽക്കാൻ പറ്റൂല, വലിഞ്ഞു കുത്തിയാണെങ്കിൽ ഓടിക്കയറി പോകണം എന്ന് പറഞ്ഞത്. വാ വാ വാ, പോട്ടെ പോട്ടെ, ഉള്ളിലോട്ട് പോട്ടെ. കാണാൻ തന്നെ വീഡിയോയിലൂടെ ഇതിൻ്റെ ഭംഗി എത്രത്തോളം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇതൊരു വേറൊരു ലോകമാണ്. ഒരു തരത്തിലും മനുഷ്യൻ്റെ ഒരു കൈകടത്തലും ഇല്ലാതെ പ്രകൃതി അതിൻ്റെ അതേ ഒരു മനോഹാരിതയിൽ ഇങ്ങനെ നിൽക്കുന്നു. വേറെ ഒരു മലയുടെ മേലെ ഒരു തരത്തിലും ഇപ്പം നമ്മൾ ഈ വരുന്ന ഈ നടന്ന് കിടന്നുണ്ടാക്കിയ ഒരു വഴിയുടെ ഒരു ലൈൻ ഉണ്ടല്ലോ, അതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണാനില്ല. വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വാലി. ആ വെള്ളം ഒഴുകുന്ന ചെറിയ ചെറിയ ഒരു ഇതും പിന്നെ നമ്മൾ നടന്നു വരുന്നൊരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഓരോ ഷെയ്ഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ സെറ്റായി നിൽക്കും. ഒന്ന് മേലോട്ടൊക്കെ നോക്കിയാൽ വേറൊരു വൈബാണ് അവിടെയൊക്കെ. ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗി. ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായി. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടടാ. ഇത് അവിടെ 2-4 ഇരിക്കണമൊക്കെ ചേച്ചി, നല്ല രസമുള്ള സ്പോട്ടില്ലേ. ചേച്ചി ഒന്ന് പോയിക്കേ. ഞാനൊരു ബിസിലടിച്ചോട്ടെ. അപ്പുറത്തെ മലയിൽ നിന്നൊക്കെ എന്തൊക്കെയോ കേൾക്കുന്നത്. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് കുഞ്ഞൊന്ന് വച്ചിട്ടേ. തിരിച്ച് വേറെന്തോ കുടുകുടു സാധനം വന്ന് അതൊക്കെ വരുന്നുണ്ട്.
പോരാ 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 ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് പോവാം. ഇവിടെ തന്നെ നിന്ന് അവിടെ തന്നെ നിൽക്കും. ആര് നമ്മളാ? എനിക്കറിയില്ല, ചിലപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയില്ല, അത്ര കയറിയിട്ടില്ല. നമ്മൾ കയറിയാണ്ടും പൊക്കത്തിലാണ് ആ മല നിൽക്കുന്നത്. നമുക്ക് പോകേണ്ട വഴി ഇതാ ചേച്ചി, നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. നമ്മൾ ആ മലയുടെ മേലൊക്കെ പോകുന്നത്. ആ മലയല്ലേ, അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, അതിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇനി 7 ഉണ്ടാവില്ല. നമ്മൾ ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററൊക്കെ വന്നിട്ടുണ്ടോ? ഇങ്ങനെ നോക്കുമ്പോൾ കാണണ്ടോ അവിടെ ഒരു ഷെൽട്ടർ കാണണ്ടോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല. ദൂരെ ആ ഒരു 2 ബിൽഡിങ് മാത്രമാണ് ഈ ഒരു വാലിയിലുള്ളത്. നമ്മൾ പോകുമ്പോൾ ക്യാമ്പ് ചെയ്യാൻ, നമ്മൾ ടെൻറ്റ് ചെയ്യാനും ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ്. അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്താണ്. എനിക്ക് അതാണോന്നും കറക്റ്റ് കൺഫേം ഇല്ല. എന്തായാലും അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകണം. ഉള്ളിരുട്ടില്ലേ, ശരിക്കും വഴി തന്നെ കാണില്ല. ഇവിടെ ആൾക്കാർ വലിയ രീതിക്കൊന്നും ടൂറിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഉള്ളവരൊക്കെ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകുന്നു. അതാണ് ഈ വാലിനെ നിലനിർത്താൻ നമ്മൾ സഹായിക്കേണ്ട ഒരു കാര്യം. മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇട്ട്, അത് പോയാൽ അടുത്ത ജനറേഷൻ വരുമ്പോഴും ഇതൊക്കെ അവർക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. ചേച്ചിക്ക് തണല് കണ്ട അപ്പം ഇരിക്കണം. ഇരിക്കൂ, റെസ്റ്റ് എടുത്തോളൂ. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. പതുക്കെ വന്നാൽ മതി. അല്ല, ചേച്ചിക്ക് തണലാ വേണ്ട, പക്ഷെ എനിക്ക് ചൂടാ വേണ്ട. എനിക്ക് വെയിൽ വേണം. എനിക്ക് വെയിലത്തിരിക്കാൻ ഇഷ്ടം, ചൂടാവണം തല. ബെട്ടി ഞാൻ ചുമ്മാ വീണ്ടും വാലി ഇങ്ങനെ കാണുമ്പോഴേ വീണ്ടും ഇങ്ങനെ ചിത്രീകരിക്കാൻ തോന്നുന്നു. പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, കുറേ ആൾക്കാർ. വായ പോലെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാലോ? നിങ്ങള് ഇല്ല, ഞങ്ങള് നാട്ടിലെന്താ ഓൾ ഇന്ത്യ ഇല്ല, നോർത്ത് ഈസ്റ്റ്, നാഗാലാൻഡ്, മണിപ്പൂര്, മേഘാലയ. ഞാൻ കൊഹിമ വന്നു. നിങ്ങളൊക്കെ എവിടുന്നാ? ഓ, യൂട്യൂബ് വരാം. എല്ലാവരും ഹായ് പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? കുറെ എത്ര ആൾക്കാരുണ്ട് നിങ്ങള്? ഇതേ ഒരാൾ വരുന്നു ബാക്കില്. പുള്ളിക്കാരി ഞങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി തള്ളി കയറ്റി വിടാൻ വേണ്ടി എല്ലാം പൊളിഞ്ഞു. എന്ന് വന്നു? എത്ര സ്റ്റേ ചെയ്തു? ഇന്നലെ സ്റ്റേ ചെയ്തു. വാലി വ്യൂ പോയിന്റ് പോയി. അപ്പൊ എല്ലാവർക്കും ഹായ്. നാട്ടിൽ നിന്ന് വന്നു, കൊഹിമ സ്റ്റേ ചെയ്തു. അല്ലല്ല, നാട്ടില് ഞാൻ തൃശ്ശൂര്, കോട്ടയം, മറ്റേത് എറണാകുളം. എത്ര ആൾ നിങ്ങൾ മൊത്തം? എല്ലാരും മലയാളീസാ? അപ്പൊ പിന്നെ എന്നാ ആ യൂണിവേഴ്സിറ്റി കൊണ്ട് അങ്ങോട്ട് നാട്ടിൽ കൊക്കൂടെ? അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. അങ്ങനെയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന സ്ഥലം പോലും കാണാനില്ല. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതേ ഈ റൂട്ടിൽ ഇങ്ങനെ വന്നു. നമുക്ക് പോകാനുള്ള സ്ഥലം ഈ വഴിക്കൂടി പോയി കഴിഞ്ഞാൽ, കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ ആവും. ഇവിടെ നിന്നാണ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ വ്യൂ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഒന്നുകൂടി കാണിച്ചത്. അപ്പോൾ ചേച്ചി, മലയാളി പിള്ളേരെ കണ്ടില്ലേ? മലയാളികൾ ഉണ്ടാവുമെന്ന് പേടിച്ച് എന്താ പറഞ്ഞേ? നമ്മൾ മാത്രമായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞു. ചേച്ചി ഒരു ലോഡ് മലയാളീസിനെ കിട്ടി. അങ്ങനെ അതേ നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. വാലിയുടെ ബ്യൂട്ടൊക്കെ ഇതാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ്. ചേച്ചിനെ കാണാനില്ല, ചേച്ചി വന്നോളും. പതുക്കെ റിലാക്സ് ചെയ്തിട്ട് പറ്റും. ഇഷ്ടം പോലെ സമയമുണ്ട്, 1:30 ആയിട്ടുള്ളൂ, അല്ല 12:45 ആയിട്ടുള്ളൂ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഫുഡും കിട്ടുമോ നോക്കാം. ആ കാണുന്ന ഷെൽട്ടർ ഉണ്ടല്ലോ, ശരിക്കും അതല്ല കുഞ്ഞു. ആ ഷെൽട്ടർ കാണുന്ന നേരത്തെ കാണിച്ചിരുന്ന സാധനം ഉണ്ടല്ലോ, അതല്ല. ഇങ്ങനെയാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ ആൾക്കാരെ പറ്റിക്കുക. ആ കാണുന്ന ആ സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ട് ഒരു ആശ്വാസം കിട്ടും. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ അടുത്ത പോയിന്റ് കാണിച്ചെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത്ര ദൂരം വന്നില്ലേ,
അവിടം വരെ ഒക്കെ ഈസിയാന്ന് പറയും. അല്ലാണ്ട് നമ്മൾ നടക്കൂല. ഇനി ഇവിടുന്ന് ഈ താഴോട്ട് കാണുന്ന വഴി ഇങ്ങനെ ഇറങ്ങിപ്പോവാ. എത്തി ഏകദേശം നമ്മൾ വാലിയിൽ നിന്ന് കടന്നു. ഇനി ഇവിടുന്ന് കണ്ടോ ആ കപ്പൂസൊക്കെ പണിതുണ്ടല്ലോ. പഴയ പോലെ നല്ല ഇപ്പോൾ പോട്ടെടാ. ഓ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട്, വെള്ളമുണ്ട്. ഇപ്പോൾ പഴയ പോലെ നല്ല കേട്ടോ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കണം ഇവിടെയൊക്കെ. ഞാൻ കഴിഞ്ഞതിന് മുന്നേ തവണ വരുമ്പോൾ ഇങ്ങനത്തെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഹായ് താങ്ക് യു. ഹായ് वेलकम टू जुको. खाना खा लिया? उधर रेस्टोरेंट उधर मिलेगा, लंच मिलेगा? हाँ थैंक यू. पोटे 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 फुड किട്ടുന്നു. हाँ but still it's a special place na. ഓ സ്വർണത്തിന്റെ പൈസയാണ്. ഓൻ്റെ ഗേൾഫ്രണ്ടിനോട് എന്തോ പറയണമെന്ന്. ഞാൻ പോരാ 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 അവിടെ നിൽക്ക്. ഓക്കെ ഓക്കെ tell what you want to tell. Okay. Hi Nikita. No. Please go ahead, please. Hi Nikita, it's me, Peggy Chindu, your boyfriend. I wanted to call you, but then there's no network here, so I just wanted to tell you through this person that I really miss you and I love you. Hey, one, hey. Thank you. Welcome to Zuko Valley. Thank you. Sabil Rahman. Okay. I'll give you the ID. Okay. Check it out. നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഫുഡിനാണ് പറഞ്ഞത്. സ്വർണ്ണത്തേക്കാൾ വിലയെന്നാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി. ജീവൻ നിലനിർത്തുക, കിട്ടുക. പിന്നെ ഇത്രയും സാധനം നമ്മളവിടെ ചുമന്നുകൊണ്ട് വരുന്ന പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ട്രക്കിംഗ് പോയിന്റ് ഹൈലോട്ട് എത്തി. ഇനി ചേച്ചി അവിടെ എത്തി കിട്ടിയാൽ നമ്മുടെ ഈ ഒരു മിഷൻ പകുതി സക്സസ്. ഇനി ഇവിടെ തിരിച്ച് താഴോട്ടിറങ്ങിയാൽ ബാക്കി പകുതിയും സക്സസ്. എന്താ പറഞ്ഞു? ഓക്കെ അങ്ങനെയാണെങ്കിൽ Cost 30 rupees. Yeah. ഓ പെർ പ്ലേറ്റ് പെർ One single stick firewood na cost 30 rupees, and then kitchen is 100. Oh. I'd say that the firewood is not that. Everything is expensive. Even you do food, you have to buy. വെൽക്കം. അങ്ങനെ നമ്മൾ ജുക്കോ വാലിയുടെ ആ ഒരു ട്രക്കിംഗ് പോയിന്റിലോട്ട് എൻട്രി ചെയ്യാണ്. ഇനി കാണിച്ചു തരാം ഇനി എന്താണ് ഇവിടുത്തെ വൈബ് കാര്യങ്ങൾ. ഇവിടുന്ന് വേറെ എവിടേക്കും പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് വേണ്ട ഇവിടുത്തെ വൈബ് നോക്കി. വോളിബോൾ കളിക്കുന്നു. ഇതൊന്നും ലോകമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. അവർ നെറ്റ്വർക്ക് ആയിട്ടില്ല. മറ്റവൻ്റെ ഗേൾഫ്രണ്ടിനോട് ഇവൻ ഇവിടെ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടേ നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞേക്കോ. ഏറ്റവും നല്ല അടിപൊളി സ്പോട്ടിൽ പോയി ടെൻ്റ് അടിക്കാം. ഇവിടെ കാരണം കുറച്ചുകൂടി ഇതാണ് ഒരു ഷെൽട്ടർ കേട്ടോ. ഇവിടെ നമുക്ക് രാത്രിയാകുമ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിന്നെ കിടക്കാം രജിസ്റ്റർ ചെയ്തിട്ട്. അതുകൂടാതെ മാറ്റ്, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ഇതിനുള്ളിലും കിടക്കാം. ഇതൊരു വലിയൊരു ഹോള് പോലെ സാധനമാണ് അവിടെ. പിന്നെ ബാക്കിൽ കാണുന്ന കിച്ചൺ. ഇതാണ് ഇവരുടെ എൻട്രി ചെയ്യുന്ന സ്ഥലം. നമ്മളിവിടെ എൻട്രി ചെയ്യണം. പിന്നെ ചായ കോഫിയൊക്കെ ഇവിടെ കിട്ടും. എങ്ങനെയുണ്ട് കുഞ്ഞാ? ഇവിടെ എന്താ വെച്ചാലേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോണ പോലെ അങ്ങനെയുള്ള മനുഷ്യരുണ്ടാവില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല യങ് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ വൈബായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി വേറെ കണ്ടില്ലേ കുറേ ആൾക്കാർ. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വേണ്ട പ്ലേറ്റും ഗ്ലാസ് आप लोग कहाँ से? हम लोग नागालैंड से. स्कूल से और कॉलेज से? कॉलेज कितना लोग हैं? हम लोग 37. ആൻഡ് ഓക്കെ ഐ വിൽ കം ബാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പെട്ടെന്ന് കാണിച്ചു തരാം. ഇനി ഇരുട്ടി കഴിഞ്ഞാലും ബാറ്ററി കഴിഞ്ഞാലൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ഇതാക്കാം. മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ഇതുപോലെ മാറ്റ് റെൻ്റ് എടുക്കാം. സ്ലീപ്പിംഗ് ബാഗ് അതിലൊക്കെ റെൻ്റ് എടുക്കാം. എന്നിട്ട് ഇതിനകത്ത് എല്ലാവരും കൂടി കിടക്കാം രാത്രി.
പിന്നെ കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ ഈ ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വേറെ ആ മൂലക്ക് വേറെ സാധനമായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെൻ്റ് അടിക്കാം. ടെൻ്റ് ഉള്ളവർക്ക് ടെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെൻ്റ് റെൻറ്റിന് കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ്. അപ്പോൾ നമുക്ക് ഏറ്റവും വ്യൂ കിട്ടുന്ന സ്പോട്ട് നോക്കിയിട്ട് ഇപ്പോഴേ നമ്മൾ ടെൻ്റ് ഇട്ട് വെക്കാം. ബാഗും സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് വെക്കാം. സോ നമുക്ക് ചേച്ചി വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ടെൻ്റ് എൻ്റെ ബാഗിലല്ലേ? ടെൻ്റ് എവിടെ ഇടാൻ നല്ലേ? ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ ഇവിടെയൊക്കെ ടെൻറ്റുകൾ കൂടുതൽ ടെൻറ്റുകൾ വരും. നമുക്ക് മറയാവും ചെയ്യും ഫ്രണ്ടിൽ. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റൊന്നും പിടിക്കാത്ത നല്ല സ്ഥലമാണ്. കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. പക്ഷേ നമുക്ക് രാത്രി ടെൻറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വ്യൂ കുറവായിരിക്കും. പക്ഷെ എന്നാലും സേഫാണ്. ഇവിടെ തന്നെ അടിക്കല്ലേ? എവിടെ? അയ്യ അവിടെയൊക്കെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ വലിച്ചു വെട്ടിയാണ്. അല്ലാണ്ട് കാറ്റ് വീശൂല. എന്തായി പൈസ കൊടുക്കണോ? അവിടെ കിട്ടുന്നു. വെള്ളം കുടിക്കണം. ഷെൽട്ടർ റെഡി. ഇനി നമുക്ക് വേണ്ടത് ഫുഡാണ്. ഫുഡ് കുറേ ആൾക്കാർക്ക് പോകാൻ നിൽക്കാൻ തോന്നുന്നുണ്ട്. പോകാനുള്ളവരോടോ വരാനുള്ളവരൊന്നും ഒന്നും അറിയില്ല. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഞാൻ ചോദിച്ചു പോകട്ടെ എന്താ ഫുഡ് ഉള്ളതെന്ന്. ബ്രോ ലഞ്ച് ഫുഡിൻ്റെ കാര്യം എന്തൊക്കെയോ ചെക്കന്മാർ പറഞ്ഞു. നല്ല എക്സ്പെൻസീവ് ആണ്. സ്വർണ്ണത്തിൻ്റെ വില എന്നൊക്കെ പറഞ്ഞു. ഒരു മാഗി സിംഗിൾ മാഗി പാക്കറ്റിന് 100 രൂപയൊക്കെ പറഞ്ഞു. ഇപ്പം മാഗി മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ രാത്രി വേറെ എന്തെങ്കിലും റൈസും ചവരൊക്കെ കിട്ടാറുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊടുത്ത പ്രൈസ് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നമുക്കൊരു ദിവസം ഒരു ലഞ്ചും ഒരു ഡിന്നറൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ കഴിക്കുക, നമ്മൾ ക്യാരി ചെയ്യാതെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് അത് കുക്ക് ചെയ്ത് തരുന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കറണ്ടും വെള്ളവും മറ്റു കടകളൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. എന്തായാലും ഞങ്ങൾ 8 മണിക്ക് ട്രക്കിങ്, 8 മണിക്കല്ലേ 7 മണിക്കല്ലേ 7 മണിക്ക് ട്രക്കിങ് ആരംഭിച്ചിട്ട് നമ്മളൊരു 1 മണിയാകുമ്പോൾ എത്തി. ഇപ്പോൾ എത്ര മണി? 8, 9, 10, 11, 12, 6 മണിക്കൂർ എടുത്തു. അതും അധികം റിലാക്സ് ചെയ്ത് Eco management rate prepaid cottage for 3 person with washroom 3000 dormitory 200 ഡോർമേറ്ററി മാത്രം കിട്ടുള്ളൂ. ബ്ലാങ്കറ്റ് ഓൾഡ് 200, ബ്ലാങ്കറ്റ് ന്യൂ 300, ഫോം മാറ്റ് 100. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുക്കണം ഡോർമേറ്ററി കയറി കഴിഞ്ഞാലും. പിന്നെ എന്താ ടെൻറ്റ് ഹയറിങ് 1000 രൂപ ഫോർ 3 person. 110 പിച്ചിങ് 500. മറ്റേ ടെൻറ്റ് ഇട്ട് തരും വിത്ത് ഫോം. അങ്ങനെ ഫുഡ് നോൺ വെജ് 350, ഫുഡ് വെജ് 250, ഓംപ്ലേറ്റ് 100, നൂഡിൽ മാഗി 100, മിൽക്ക് ടീ 30, റെഡ് ടീ 20, കിച്ചൺ യൂട്ടൻസിൽ. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വേറെ പൈസ കൊടുക്കണം. ചായ ഇത് കുടിച്ചാൽ എല്ലാ ക്ഷീണവും മാറും. ഇതുവരെയുള്ള എല്ലാ തലക്കനും മാറും. എങ്ങനെയുണ്ട് ചായക്ക്? മധുരം വെച്ചോളൂ. മതി പഞ്ചാരയാണ് പഞ്ചാര. കഴിച്ച് ഷുഗർ ടോളറന്റ് ആയെന്ന് തോന്നുന്നു. തകർന്നു തരിപ്പണമായി. പക്ഷെ എന്താണേലും ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. എത്തിക്കും തന്നെ അവിടെ എത്തിച്ചിരിക്കും. എത്ര ദിവസം റെസ്റ്റ് എടുത്താലും വേണ്ട. ഇത് ഈ മിഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് ആ നാട്ടിൽ പോയിട്ട് നല്ല ആയുർവേദ ചികിത്സ, മസാജ്. മനോഹരമായ സ്ഥലം കാണണമെങ്കിൽ ഭീകരമായ യാത്രയായി. രാത്രി എനിക്ക് കാല് മസാജ് ചെയ്തു. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞാണ്. പക്ഷെ വേറെ ഇന്റെ തീരം എന്താ അറിയോ? കാശില്ലാത്ത യാത്രയാണ് കഷ്ടപ്പാടുള്ളൂ. കാശുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയാ, പിന്നെന്താ എന്തൊക്കെ അവസരങ്ങൾ അറിയാം. ഹെലികോപ്റ്റർ ഒന്നും ഇറങ്ങും. ഞാൻ കാണിച്ചത് അപ്പുറത്ത് ഹെലികോപ്റ്റർ കാണിച്ചത് ഞാൻ. നമുക്ക് പിന്നെ കാശില്ലാത്തവർ പണ്ടത്തെ തീരണ്ടല്ലോ, കല്ലുമുള്ളം എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള പാത കല്ലുമുള്ളം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവർക്ക് മാത്രമാണ്. കാശുണ്ടെന്നുണ്ടെങ്കിൽ
പാത വികസിക്കും, നല്ലതാവും. അപ്പൊ ഞാൻ മാഗി കൂടെ എടുത്തിട്ട് വരാം. അപ്പൊ അങ്ങനെ കഴിച്ചാൽ ഉഷാറാവും. 100 രൂപയുടെ മാഗിയാണ്. ഒരു പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ കൂടെ അല്ലേ, എന്തെങ്കിലുമൊക്കെ കൂടെ ഇട്ടൂടെ. അല്ല, അവരെ പാട്ട് കാര്യമില്ല, അവരെന്തെങ്കിലും ഇവിടെ തരുന്നുണ്ടല്ലോ.